നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ചെസ് ലോകം ആകാംക്ഷയുടെ കാത്തിരുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ 14 റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 13 റൗണ്ടുകളിൽ നിന്നും 6.5 പോയിന്റ് വീതം നേടി രണ്ടുപേരും തുല്യമായി നിൽക്കുന്നതിനാൽ 14 റൗണ്ട് ആരാണ് വിജയിക്കുന്നത് അവരായിരിക്കും പുതിയ ലോക ചാമ്പ്യൻ. ഈ ഗെയിമിൽ ഡിംഗ്ലറൻ വൈറ്റ് സൈഡും ഗുഗേഷ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഡിംഗ്ലറൻ നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗുഗേഷ് D5 മൂവ് ചെയ്യുന്നു. ഈ ടൂർണമെന്റിൽ തന്നെ 4ാം തവണയാണ് ഈ ഓപ്പണിംഗ് വരുന്നത്. വൈറ്റ് G3 ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. കിങ്സ് ഇന്ത്യൻ അറ്റാക്കാണ്. ഇനി ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്ത ശേഷം എത്രയും വേഗം കാസ്റ്റിംഗ് ചെയ്യാണ് വൈറ്റിന്റെ ഉദ്ദേശം. അതിനെതിരെ ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. ഇത് കിങ്സ് ഇന്ത്യൻ അറ്റാക്കിന്റെ സിസിലിയൻ വേരിയേഷൻ ആണ്. വൈറ്റ് ബിഷപ്പിനെ G2 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് E5 സ്കോറിലേക്കൂടെ ഒരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് D5 ചെയ്തുകൊണ്ട് സെൻറ്ററിലേക്കുള്ള കൺട്രോൾ പൂർണ്ണമായും നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്യുന്നില്ല. ആദ്യം D4 മൂവ് ചെയ്തുകൊണ്ട് C5 പോണെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം E6 ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് C5 പോണെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചോട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കാണ്. എന്നാൽ ഗുഗേഷ് ഇവിടെ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം അടുത്ത നൈറ്റിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റും നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ഒരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് C4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിനെ B5 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ വെച്ച് ക്വീൻ ഔട്ടാണെങ്കിൽ വൈറ്റിനെ റൂക്ക് വെച്ച് തിരിച്ചു വെട്ടാം. ഇതോടെ ഈ D5 പൂർണ്ണമായും വൈറ്റിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. ഇനി നൈറ്റ് C7 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആണ്. അത് ഒഴിവാക്കുന്നതിനായിട്ട് ബിഷപ്പിനെ D7 ഡെവലപ്പ് ചെയ്താലും നൈറ്റ് D6 ഒന്ന് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ D8 മാറേണ്ടി വരും. ഈ സമയത്ത് F7 പോയിന്റ് എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് റൂക്ക് നഷ്ടപ്പെടും. അല്ലാതെ ഈ റൂക്കിൻ്റെ ഫയൽ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് എടുക്കാം. ആ എക്സ്ചേഞ്ചിന് ശേഷം ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് വൈറ്റിന് റൂക്കിന് നേടിയെടുക്കാം. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഗുഗേഷ് ഇപ്പോൾ ഈ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ഈ നൈറ്റിനോട്ട് ഒഴിവാക്കുകയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചോട്ടുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ C6 കൊണ്ടുവന്ന് ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ D1 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ D5 പോണെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ഗുഗേഷ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടുകൊണ്ട് ഈ D5 ഓപ്പൺ ചെയ്യുന്നില്ല. പകരം D4 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ മുന്നോട്ടുകൊണ്ടുപോകുന്നു. ഇപ്പോൾ ആ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഡിംഗ്ലറൻ വളരെ വേഗം ആ പോണിനെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. E3 മൂവ് ചെയ്തുകൊണ്ട് D4 പോൺ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഡിംഗ്ലറൻ ആ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടുന്നു. വൈറ്റ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. വൈറ്റ് വേഗം ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ B5 കൊണ്ടുവന്ന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B6 മൂവ് ചെയ്യുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഇപ്പോൾ D5 ഓപ്പൺ ആയിരിക്കുകയാണ്. എന്നാൽ ഡിംഗ്ലറിനെ ഇവിടെ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ക്വീനിനെ അറ്റാക്കിൽ നിന്നും മാറ്റാനോ ശ്രമിക്കുന്നില്ല. ഒരു 10 മിനിറ്റോളം ആലോചിച്ച ശേഷം ഒരു തീരുമാനം എടുക്കുകയാണ്. B3 മൂവ് ചെയ്തുകൊണ്ട് C4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഗുഗേഷും ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം വൈറ്റിൻ്റെ ഈ അപകടകരമായിട്ടുള്ള നൈറ്റിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ നൈറ്റും റൂക്കും ഒരേ ഡയഗണലിലേക്ക് വന്നിരിക്കുകയാണ്. ബ്ലാക്ക് വേഗം തന്നെ ബിഷപ്പിനെ D4 കൊണ്ടുവന്ന് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെ പിന്നിൽ നിന്നും ഒഴിവാക്കുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം അടുത്ത ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് ക്വീനെ D2 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം G5 സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ക്വീനെ കൂടെ A5 കൊണ്ടുവന്ന് ഈ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ ശ്രമിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ഗുഗേഷ് ഡെവലപ്പ് ആവാത്ത ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ E6 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഡിംഗ്ലറൻ ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. നൈറ്റിനെ D5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ വൈറ്റിൻ്റെ നൈറ്റ് ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ നൈറ്റിന് പ്രധാനപ്പെട്ട സ്കോറുകളിലേക്കെല്ലാം കൺട്രോൾ ഉണ്ട്. ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട്
ബിഷപ്പ് വെച്ച് നൈറ്റ് ആണെങ്കിൽ വൈറ്റിനും ബിഷപ്പ് വെച്ച് ബിഷപ്പിനും ഇട്ടാം. ഇതോടെ വൈറ്റിൻ്റെ ബിഷപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് മാറും. അല്ലാതെ ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഇട്ടാണെങ്കിൽ വൈറ്റിന് ക്വീൻ വെച്ച് തിരിച്ചോട്ടാം. എന്നാൽ ഗുഗേഷ് ഇവിടെ ബിഷപ്പുകൾ തമ്മിലോ അല്ലെങ്കിൽ ബിഷപ്പും നൈറ്റുമായിട്ടോ എക്സ്ചേഞ്ചിന് ശ്രമിക്കുന്നില്ല. പകരം വൈറ്റിൻ്റെ ഈ സ്ട്രോങ് ആയിട്ടുള്ള C4 പോണിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B5 മൂവ് ചെയ്തുകൊണ്ട് C4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഡിംഗ്ലറൻ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിനെ എടുത്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഈ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് അവഗണിച്ചുകൊണ്ട് ഈ ബിഷപ്പും നൈറ്റുമായിട്ട് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ചിൽ വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടും. അതായത് ഇപ്പോൾ പോൺ വെച്ച് തിരിച്ചോട്ടതിന് പകരം ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഇട്ടുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിനും ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുകൊണ്ട് നൈറ്റിനെ പിൻ ചെയ്യാം. ക്വീൻ വെച്ച് തിരിച്ചോട്ടുകയാണെങ്കിൽ പോൺ വെച്ച് നൈറ്റിനെ എടുക്കാം. ബ്ലാക്ക് ക്വീൻ വെച്ച് പോൺ എടുക്കുമ്പോൾ ഈ ബിഷപ്പുകളെ കൂടെ എക്സ്ചേഞ്ച് ചെയ്യാം. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുമ്പോൾ പോൺ വെച്ച് തിരിച്ചിട്ടേണ്ടി വരും. അപ്പോൾ ക്വീൻ വെച്ച് ആ പോൺ എടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ഈ എക്സ്ചേഞ്ചിൽ വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടും. അതുകൊണ്ട് ഗുഗേഷ് ആദ്യം ആ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് ഒഴിവാക്കുകയാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്കുണ്ട്. ആ നൈറ്റിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഡിംഗ്ലറൻ ഇവിടെ വീണ്ടും ബോർഡിനെ ചൂടുപിടിപ്പിക്കുകയാണ്. ഈ അറ്റാക്കുള്ള നൈറ്റിനെ F4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്കും കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ നൈറ്റ് അറ്റാക്കിലാണ്. ആ നൈറ്റ് വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് വന്നിട്ടുണ്ട്. പോരാത്തന്നെ ഈ ബിഷപ്പുകൾ പരസ്പരം അറ്റാക്കിലുമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഗുഗേഷ് ഇവിടെ ആ നൈറ്റിനെ എടുക്കുകയാണ്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ബിഷപ്പിനുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വൈറ്റ് ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ആ നൈറ്റ് വെച്ചുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെയും B5 പോണിനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്കിനിപ്പോൾ റൂക്ക് വെച്ച് ഈ പോണിനെ സംരക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ റൂക്ക് വെച്ച് പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ ഇപ്പോഴും 2 പീസുകൾ വെച്ച് അറ്റാക്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്വീൻ വെച്ച് ആ ബിഷപ്പിനെ എടുത്തുകൊണ്ട് വൈറ്റിന് ഒരു ബിഷപ്പിനെ ലാഭം നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഗുഗേഷ് ആദ്യം ആ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ക്വീൻ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. അതിനുശേഷം ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ B8 കൊണ്ടുവന്ന് B5 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ബ്ലാക്കിൻ്റെ F4 പോൺ അറ്റാക്കിലാണ്. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്കിന് ക്വീനെ D6 കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെയും ആ F4 പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ആദ്യം ബ്ലാക്കിൻ്റെ ക്വീനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ D1 കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ B6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F3 കൊണ്ടുവരുന്നു. അതിനുശേഷം ബ്ലാക്ക് ആ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ബ്ലാക്ക് B4 മൂവ് ചെയ്യുന്നു. വൈറ്റ് A4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പാസ്ഡ് പോൺ ക്രിയേറ്റ് ചെയ്യുന്നു. ബ്ലാക്ക് വേഗം തന്നെ ആ പോണിനെടുത്ത് ഒഴിവാക്കാണ്. എൻ പാസിലൂടെ പോണിനെടുക്കുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചൊട്ടുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ B3 പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും ബ്ലാക്കിനിപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോൺ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ബിഷപ്പ് വെച്ച് പോണിട്ടാണെങ്കിൽ അടുത്ത റൂക്ക് കൂടെ B1 വരുന്നതോടെ ബ്ലാക്കിൻ്റെ ഈ ബിഷപ്പ് ട്രാപ്പിലാവും. ആ ബിഷപ്പിനെ അങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് ഗുഗേഷ് ഇപ്പോൾ ഒരു പോണെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം G6 മൂവ് ചെയ്തുകൊണ്ട് കിങ്ങിന് മുകളിലുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ഇവിടെ ഡിംഗ്ലറൻ ഒരു സമനിലയ്ക്ക് തന്നെ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ D4 കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ക്വീൻ ഉപയോഗിച്ച് ക്വീൻ എടുക്കൊണ്ട് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലാക്കിന് എന്തായാലും ഈ ഒരു പോണെ നേടിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ഒരു പോൺ ഡൗൺ ആയാലും എൻഡ് ഗെയിമിൽ ഇതൊരു ഡ്രോ ആക്കി മാറ്റാൻ കഴിയും എന്നാണ് ഡിംഗ്ലറിൻ്റെ കോൺഫിഡൻസ്. ഏകദേശം സെയിം അവസ്ഥയിൽ നമ്മുടെ 13ാമത്തെ ഗെയിം ഡ്രോ ആക്കിയിരുന്നു. അങ്ങനെ ഈ ഗെയിം കൂടെ സമനിലയാകുകയാണെങ്കിൽ നാളെ ടൈ ബ്രേക്കാണ്. ടൈ ബ്രേക്കിൽ റാപ്പിഡും ബ്ലിറ്റ്സും ആണ്. ഇത് രണ്ടിലും ഗുഗേഷിനേക്കാൾ ഒരുപാട് മുന്നിലാണ് ഡിംഗ്ലറൻ. അതുകൊണ്ട് തന്നെയാവും ഡിംഗ്ലറൻ ഇവിടെ ഒരു സമനിലയ്ക്ക് വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഗുഗേഷ് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ B5 കൊണ്ടുവരുന്നു. ഇപ്പോഴും ഈ B3 പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് ഉണ്ട്. എന്നാൽ ഡിംഗ്ലറൻ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം B4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ വെച്ച് പോണിട്ടാണെങ്കിൽ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം എൻഡ് ഗെയിമിൽ ഒരു സമനിലയിലേക്ക് തന്നെ എത്തിക്കാൻ കഴിയും എന്നതാണ് ഡിംഗ്ലറിൻ്റെ പ്രതീക്ഷ. ഗുഗേഷ് ഇത്തവണ അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് ക്വീനെ വെച്ച് ക്വീനിട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചുവിട്ടുന്നു. ഉടൻ തന്നെ വൈറ്റ് അടുത്തൊരു എക്സ്ചേഞ്ചിനോട് ഫോഴ്സ് ചെയ്യാണ്. റൂക്കിനെ A8 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഗുഗേഷ് അത് അക്സെപ്റ്റ് ചെയ്യാണ്.
റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചു വെട്ടുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഒരു പോൺ കൂടുതലുണ്ട്. ഗുഗേഷ് G5 ചെയ്തുകൊണ്ട് പോണിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ ഇത്തവണ ഗുഗേഷ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ F5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന്റെ ബിഷപ്പിന് F7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ എടുക്കുന്നുണ്ട്. വൈറ്റ് റൂക്കിനെ കൂടെ അവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ C1ലേക്ക് മൂവ് ചെയ്യുന്നു. ഗുഗേഷ് കിങ്ങിനെ G7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിനെ പിന്നിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നു. വൈറ്റ് റൂക്കിനെ C7ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ആ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. പോണിപ്പോൾ റൂക്കിന്റെ പിന്നിങ്ങിലായതുകൊണ്ട് പോണിനെ മുന്നോട്ടുണ്ടാകാൻ പറ്റില്ല. അതുകൊണ്ട് ഗുഗേഷ് ബിഷപ്പിനെ G6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഡിംഗ്ലറൻ അടുത്തൊരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. റൂക്കിനെ C4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ റൂക്കുകൾ കൂടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗെയിം ഇപ്പോൾ തന്നെ ഒരു സമനിലയിലേക്ക് തന്നെ അവസാനിക്കും. എന്നാൽ ഗുഗേഷ് ഇപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിന്റെ ബിഷപ്പും റൂക്കും ഒരേ ഡയഗണലിലേക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റിനിവിടെ ബിഷപ്പിനെ E4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ബിഷപ്പ് എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗുഗേഷ് ആദ്യം റൂക്കിനെ അവിടെ നിന്ന് മാറ്റാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് E5ലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് റൂക്കിനെ B4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് H5 മൂവ് ചെയ്തുകൊണ്ട് അടുത്ത പോണിനെ കൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ A4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ E5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും F3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ H6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ E6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ C4ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ബ്ലാക്ക് G4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ D6ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും B7ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ കൂടെ G5ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഡിംഗ്ലറൻ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ആണ്. F3 മൂവ് ചെയ്തുകൊണ്ട് G4ലെ പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ ഗുഗേഷ് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം F5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ഇവിടെ ബ്ലാക്കിന് ഒരു പോൺ കൂടുതലുണ്ടെങ്കിലും വൈറ്റിന് ഇപ്പോഴും ഗെയിം സമനിലയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. ഡിംഗ്ലറൻ അതിന് തന്നെ ശ്രമിക്കുകയാണ്. റൂക്കിനെ B4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ F7ലേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണൽ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് ഇവിടെ കിങ്ങിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ D2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G1ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ബ്ലാക്ക് കിങ്ങിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് വേഗം ഒരു ചെക്ക് കൊടുക്കുകയാണ്. റൂക്കിനെ B6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് G5ലേക്ക് തന്നെ കിങ്ങിനെ തിരിച്ചു കൊണ്ടുപോകുന്നു. വൈറ്റ് റൂക്കിനെ B4ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E6ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് റൂക്കിനെ ഈ B5ൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ A4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ B5 ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. ഗുഗേഷ് വേഗം തന്നെ റൂക്കിനെ B2ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ A8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് കിങ്ങിനെ മൂവ് ചെയ്യാണ്. കിങ്ങിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റ് മറ്റൊരു രീതിയിൽ ഒരു എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ F4ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് വീണ്ടും കിങ്ങിനെ തന്നെ മൂവ് ചെയ്യാണ്. കിങ്ങിനെ E5ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോഴും ഗെയിമിൽ രണ്ടുപേർക്കും ഏകദേശം തുല്യ സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. വൈറ്റ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ റൂക്കിനെ തിരിച്ചു കൊണ്ടുപോയി ഒരു സമനിലയ്ക്ക് വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു വൈറ്റ് നല്ല മൂവ്. എന്നാൽ ഇവിടെ ഡിംഗ്ലറിന്റെ ഭാഗത്തു നിന്നും ഗെയിമിൽ തന്നെ ഏറ്റവും മോശം മൂവ് സംഭവിക്കുകയാണ്. ഗെയിം വേഗത്തിൽ സമനിലയാക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. റൂക്കിനെ F2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഇത് ഗെയിമിലെ തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇപ്പോൾ വൈറ്റിന്റെ ബിഷപ്പ് ഒരു കോർണറിൽ ഒതുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഗുഗേഷ് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കുന്നു. വൈറ്റ് കിങ്ങും വെച്ച് തിരിച്ചു കൊട്ടുന്നു. അതിനുശേഷം ഗുഗേഷ് ഒരു എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാണ്. ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ബിഷപ്പിനെ എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. ബ്ലാക്ക് കിങ് വെച്ച് തിരിച്ചു കൊട്ടുന്നു. ഇവിടെ ഇപ്പോൾ F3 സ്കോറിലേക്ക് ഈ പോണിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് കിങ്ങിനെ E3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ E4ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ മൂവ് വന്നതോടെ ഡിംഗ്ലറിൻ തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇനി വൈറ്റിൻ്റെ കിങ്ങിന് മുന്നോട്ട് പോകാൻ പറ്റില്ല.
ഇപ്പോൾ തിരിച്ച് F2ലേക്ക് തന്നെ വരികയാണെങ്കിൽ ബ്ലാക്കിന് കിങ്ങിനെ D4ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഈ 3 സ്ക്വയറുകളിലൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലാതെ D3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പോണിനെ മുന്നോട്ടുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാം. പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ കിങ് പോയി തിരിച്ചൊട്ടിക്കൊണ്ട് വീണ്ടും ഈ 2 സ്ക്വയറുകളുടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗുകേഷിന് ഇപ്പോഴും 1 മണിക്കൂർ കൂടുതൽ സമയമുണ്ട്. ഡിംഗ്ലറിന് 10 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഈ എൻഡ് ഗെയിമിൽ യാതൊരു സാധ്യതയില്ലെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ ഡിംഗ്ലറിൻ തോൽവി സമ്മതിച്ചത്. അങ്ങനെ ഈ വിജയത്തോടെ ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായിട്ട് ഗുകേഷ് മാറിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സാഗർഷയുടെ ഇൻ്റർവ്യൂവിൽ ഗുകേഷ് ഈ കാര്യം പറഞ്ഞിരുന്നു. തനിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് ചാമ്പ്യൻ ആകണമെന്നാണ് ആഗ്രഹമെന്ന്. എന്തായാലും കഠിന പ്രയത്നത്തിലൂടെ ഗുകേഷ് അത് നേടിയിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.